അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആ സെക്ഷനിൽ സം ആൻഡ് ടേംസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് എന്താ ഉള്ളത് 5, 6, 7 ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അതായത് ഈ 4 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ അരിത്തമാറ്റിക് സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ടേം ഈസ് 13 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 3 ടേം ഈസ് 300. അപ്പോൾ 3 ടേമിനെ കുറിച്ചാണ് പറയുന്നത്, x1, x2, x3. ഇതിൽ x1 എത്രയാണ് തന്നിട്ടുണ്ട്, 30 ആണ്. x2 എത്രയാണെന്ന് അറിയില്ല, x3 എത്രയെന്ന് അറിയില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ 3 ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 300 കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ x3 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 300 നമുക്കറിയാം. അതായത് സമ്മ് 300 വരുന്നുണ്ടെങ്കിൽ 3 ടേമിന്റെ സമ്മ് 300 വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, 3 ഇൻറ്റു മിഡിൽ ടേം ആണോ, 3 ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും ഈ 300 എന്ന് പറയുന്നത് ആണോ. അപ്പോൾ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും, 300 ബൈ 3 ആയിരിക്കും. ക്ലിയർ ആണോ. ഇപ്പം എന്ത് വരും, 100. രണ്ടാമത്തെ ടേം ഇപ്പം കിട്ടി 100 ആണ്. അപ്പോൾ 30 ഉണ്ട്, 100 ആണ് രണ്ടാമത്തെ ടേം. അപ്പോൾ മൂന്നാമത്തെ ടേം കിട്ടാൻ ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കിയാൽ പോരെ. കോമൺ ഡിഫറൻസ് എന്ത് വരും, 100 മൈനസ് 13 17 വരും. അപ്പോൾ ഒരു 17 ആഡ് ചെയ്താൽ മതി, 117. ഇതായിരിക്കും എന്ത് ആ സീക്വൻസ്. ഒന്നാമത്തേൻ്റെ ആൻസർ ഇത്. ക്ലിയർ ആണോ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത്, അപ്പോൾ ഇത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 3 ടേം ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 3 എന്ന് പറയുന്നതായിരിക്കും ആ 3 ടേമിൻ്റെയും കൂടി സമ്മ്. ഇനി അടുത്ത കാര്യം, അപ്പോൾ ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഈ സംഭവം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക, പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ മുന്നത്തെ പാർട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി സമയം കളയുന്നില്ല. ഓക്കെ, ഇനി അത് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് ഫസ്റ്റ് ടേം 13 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 4 ടേം ഈസ് 300. അപ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30 എന്നാണ്, ആൻഡ് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് തന്നിട്ടുണ്ട് എത്രയാണെന്ന്. അപ്പോൾ x2, x3, x4 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയെന്ന് തന്നിട്ടുണ്ട്, 300. ഇവിടെ ഈവൺ നമ്പർ ഓഫ് ടേം അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മിഡിൽ ടേം വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കൂല. പകരം നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, 4 ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും എന്ത് പറയുന്നത്, x2 പ്ലസ് x3 എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 2 ഇൻറ്റു 30 പ്ലസ് x4 ആണോ. ഇതൊക്കെ കൂടെ കൂട്ടുന്നതിന് പകരം ഇത് 2 വട്ടം കൂട്ടിയാൽ പോരെ, ഈക്വൽ ടു 300 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 30 പ്ലസ് x4 ഈക്വൽ ടു 300/2 ഈക്വൽ ടു എന്ത് വരും, 150 കിട്ടും. ക്ലിയർ ആണോ. ഇതുവരെ ക്ലിയർ ആണ് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിന്ന് x4 ഇപ്പം നമുക്ക് കിട്ടിയത് ഏതുവരെയാണ്, 30 പ്ലസ് x4 ഈക്വൽ ടു 150 എന്നായി. ഇത് നമുക്ക് x4 കണ്ടുപിടിച്ചൂടെ. x4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 മൈനസ് 30 എന്ന് വരും. ക്ലിയർ ആണോ. അപ്പം 120 വരും. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്, ഫസ്റ്റ് ടേം കിട്ടി. ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എന്തായിരുന്നു, 13 തന്നിട്ടുണ്ട്. അതേമാതിരി ഫോർത്ത് ടേം ഇപ്പം നമുക്ക് എന്ത് കിട്ടി, 120 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മുന്നത്തെ സെക്ഷന് പഠിച്ചത്, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് മുന്നത്തെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇതുണ്ട്, ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്, ഫോർത്ത് ടേം ഫസ്റ്റ് ടേം അല്ല, ഇൻറ്റു ഡി ആയിരിക്കും. നമുക്ക് ഡി കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ എന്ത് വരും, 90 ഈക്വൽ ടു 3d എന്ന് വരും. d ഈക്വൽ ടു 19/3 എന്ത് വരും, 30 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും അറിയാം. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എഴുതിക്കൂടെ. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താവും, 30 ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് 30 ആണെങ്കിൽ 60, 90, അടുത്തത് എന്ത് വരും, 120. ഇതായിരിക്കും സെക്കൻഡിൻ്റെ ആൻസർ. എനിവേ നമുക്ക് ഇതാണ് കേട്ടോ സെക്കൻഡിൻ്റെ ആൻസർ, ഇതാണ് ഫസ്റ്റത്തേൻ്റെ ആൻസർ. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. ഇനി എത്ര ടേം ആണെങ്കിൽ എഴുതിക്കൂടെ, നമ്മളോട് 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 എണ്ണമൊക്കെ എഴുതി, എത്ര എണ്ണം ആണെങ്കിൽ എഴുതാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തേൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ടേം 13 തന്നിട്ടുണ്ട് ആണോ. അതേമാതിരി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് തന്നിട്ടുണ്ട് 300. അപ്പോൾ തന്നിട്ടുള്ളത് x1, x2, x3,
x4 x5 5 ടേംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 300 ആണ്. x1 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, x1 എത്ര തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 13, അപ്പോൾ 13 എഴുതാം. ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടേം ആണ്, അപ്പോൾ നമുക്ക് മറ്റേ തിയറി അപ്ലൈ ചെയ്യാം. ഇത് മിഡിൽ ടേം ഇൻറ്റു ഇവിടെ 5 അല്ലേ, മിഡിൽ ടേം ഇൻറ്റു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ആയിരിക്കും സമ്മ്. അപ്പോൾ മിഡിൽ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 300 ബൈ ഇവിടെ മിഡിൽ ടേം x3 അല്ലേ, ഐഡിയ കിട്ടിയോ, സെൻറ്റർ കിടക്കുന്നത് മിഡിൽ ടേം ഇൻറ്റു എത്ര ഉണ്ടോ അത് ഈക്വൽ ടു സം ആയിരിക്കും. അപ്പോൾ ബൈ 5 എന്ന് വരും. അപ്പോൾ മിഡിൽ ടേം എന്ത് വരും, x3 ഈക്വൽ ടു 60 എന്ന് വരും. അപ്പോൾ മിഡിൽ ടേം കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്, ഫസ്റ്റ് ടേമും കിട്ടി, ഫസ്റ്റ് ടേം 30ഉം തേർഡ് ടേം 60ഉം. അപ്പോൾ നമുക്ക് നേരത്തെ മാതിരി സോൾവ് ചെയ്തൂടെ, ടേം ഡിഫറൻസ് ഈക്വൽ ടു, അതായത് എന്ത് വരും, ഇവിടെ എഴുതണ്ടേ, ടേം ഡിഫറൻസ് ഈക്വൽ ടു, ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മൈനസ് 30 എന്ന് വരും. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും, 3 മൈനസ് 1 വരും, ഇൻറ്റു ഡി എന്ന് വരും. ക്ലിയർ ആണോ, എന്ത് വരും, 30 ഈക്വൽ ടു 2d എന്ന് വരും, ഡി ഈക്വൽ ടു 13/2 15 എന്ന് വരും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 15 ആണെന്ന്. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എഴുതിക്കൂടെ, ഫസ്റ്റ് ടേം 30 ആണ്, രണ്ടാമത്തെ ടേം അപ്പോൾ എന്ത് വരും, പ്ലസ് 15, കോമൺ ഡിഫറൻസ് 15 അല്ലേ, അപ്പം 45, അടുത്ത എന്ത് വരും 60, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത എന്ത് വരും 75, ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് തേർഡിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വരക്കുന്നുണ്ട്. ഫോർത്ത് എന്ത് വരും, ഫസ്റ്റ് ടേം 13 തന്നെ, അതുപോലെ എന്ത് തന്നിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് 6 ടേം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 30 പ്ലസ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6, ഇത് എത്രയാണ് തന്നിട്ടുണ്ട്, ഇത് എത്രയാണ് തന്നിട്ടുണ്ട്, 300. അപ്പോൾ ഈ 6 ടേം കൂടി കൂട്ടിയാൽ 300 ആണ്. അപ്പോൾ നമുക്കറിയാം ഈവൻ നമ്പർ ഓഫ് ടേം ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് നമുക്ക് 3 പെയറുകളാക്കിയിട്ട് എഴുതാം. ഏതൊക്കെ, x1 പ്ലസ് x2 അല്ല സോറി ഇതേ ഞാൻ ഇപ്പുറത്ത് ഇത് മായ്ക്കുന്നുണ്ട്. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ എടുത്തു വെച്ചിട്ട് ഞാൻ കളയാൻ പോവാണേ. അപ്പോൾ ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സം ഓഫ് ഫസ്റ്റ് 6 ടേം, ഫസ്റ്റ് ടേം 30 തന്നിട്ടുണ്ട്, പിന്നെ എന്തുണ്ടാവും, ഒരു 5 ടേം കൂടി ഉണ്ടാവും, x3 x4 x5 x6, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ടേം ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, 13 പ്ലസ് x6 13 പ്ലസ് x6 എന്ന് പറയുന്നതും എന്തായിരിക്കും, അടുത്തത് x2 പ്ലസ് x5 എന്ന് പറയുന്നതും ഒക്കെ ഈക്വൽ ആയിരിക്കും, x3 പ്ലസ് x4 എന്ന് പറയുന്നതും ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന്ന് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്തിട്ട് ഇൻറ്റു 3 ചെയ്താൽ പോരെ, ഇത് 3 ഈക്വൽ ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു 30 പ്ലസ് x6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, 300 ആയിരിക്കും. ഇതിന്ന് 30 പ്ലസ് s6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലാസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും, 300/3 അല്ലെങ്കിൽ നമുക്ക് 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിന്ന് s6 കണ്ടുപിടിച്ചൂടെ, x6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മൈനസ് 30 എന്ത് വരും, 70 വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടേമും കിട്ടി, ഫസ്റ്റ് ടേമും അറിയാം. അപ്പോൾ നമുക്ക് എന്തറിയാം, ഫസ്റ്റ് ടേം അറിയാം, ഫസ്റ്റ് ടേം 30 ആണെന്നറിയാം, ലാസ്റ്റ് ടേം എന്താണെന്ന് അറിയാം, 300 ആണെന്ന് അറിയാം. അയ്യോ, ലാസ്റ്റ് ടേം എത്ര കിട്ടിയത്, 70 ആണെന്ന് അറിയാം. നമുക്ക് മറ്റേ ഫോർമുല കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തേലൊക്കെ ഇത് ചെയ്യാം കേട്ടോ. ഞാൻ വേറൊരു വഴി കൂടെ പറഞ്ഞുതരാം. നമുക്ക് ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ ലാസ്റ്റ് ടേം അല്ല, ഇവിടെ എന്തായിരുന്നത്, സിക്സ്ത് ടേം അല്ലേ, സിക്സ്ത് ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, s6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, a+5d അല്ലേ.
അപ്പോൾ ഇത് നമുക്കറിയാം എന്താണ് എ പ്ലസ് 5d എന്ന് വെച്ച് കഴിഞ്ഞാൽ എ നമുക്കറിയാം ഫസ്റ്റ് ടേം ആണല്ലോ. അപ്പോൾ 13 പ്ലസ് 5d ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? സിക്സ്ത് ടേം 17 തന്നിട്ടുണ്ട്. അപ്പോൾ 5d ഈക്വൽ ടു 17 മൈനസ് 13 വരും. ക്ലിയർ ആണോ? 5d ഈക്വൽ ടു 14 വരും. d ഈക്വൽ ടു 14/5 8 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വരും? 8 വരും. ക്ലിയർ ആണോ? നമ്മുടെ സീക്വൻസ് എങ്ങനെ ഉണ്ടാവും? 30 തുടങ്ങി 38 46 54 അടുത്ത എന്ത് വരും? 62 17 ഇതായിരിക്കട്ടോ സീക്വൻസ്. ഐഡിയ കിട്ടിയോ? വേണ്ടോ? ഫസ്റ്റ് ടേം 30, ലാസ്റ്റ് ടേം 70 ഉണ്ടോ? ആറാമത്തെ ടേം 70ക്ക് തന്നെ എത്തിയില്ലേ? കോമൺ ഡിഫറൻസ് 8ഉം ഫസ്റ്റ് ടേം എന്തായിട്ട് 13 ആയിട്ടുള്ള സീക്വൻസ് ആണ് കേട്ടോ അത്. ദെൻ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 150. അപ്പോൾ ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ വരും? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 150 തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്, ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 515 തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കലാണ്. തേർഡ് ടേം കണ്ടുപിടിക്കണം, അതേമാതിരി 8th ടേം കണ്ടുപിടിക്കണം. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് സീക്വൻസ്. അപ്പോൾ ഈ തന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇതിന്ന് ഫസ്റ്റത്തെ ഇത്രയും ടേമിന്റെ സമ്മ് 150 ആണോ? ഇതുവരെ ഫസ്റ്റത്തെ 5 ടേമിന്റെ സമ്മ് 150 ആണോ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 150 പ്ലസ് പിന്നെ ബാക്കി x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 550 എന്ന് എഴുതാം. ആണോ? അപ്പോൾ നമുക്ക് ഇതിന്ന് s6 പ്ലസ് ഈ 150നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കൂടെ? എന്ത് വരും? 550 മൈനസ് 150 എന്ന് വരും. അതെന്ത് വരും? 400 എന്ന് വരും. അപ്പോൾ ലാസ്റ്റത്തെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലാസ്റ്റത്തെ 5 ടേം, അതായത് 6 to 10 ടേമിൻ്റെ സമ്മ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എന്ത്? 400 ആണെന്ന്. ഇനി ഇത് നോക്ക്, ഇത് കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? ഞാൻ ഇതിനെ 1 എന്നും ശ്രദ്ധിച്ചിട്ടോ, വിളിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും വിളിക്കുന്നുണ്ട്. നോക്കിക്കോ. ഫ്രം 1 നമുക്ക് എന്ത് കിട്ടും? 1ൽ നോക്ക്, ഇതൊക്കെ കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. 5 ടേം ഉണ്ട്. അപ്പോൾ മിഡിൽ ടേം ഇൻറ്റു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ആയിരിക്കും. ഇപ്പോഴല്ലേ സമ്മ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി. അപ്പം മിഡിൽ ടേം എന്ത് വരും? 150/5 30 എന്ന് വരും. അപ്പോൾ x3 നമുക്ക് കിട്ടി. അപ്പോൾ തേർഡ് ടേം എത്രയാണ്? 30. x3 ഈക്വൽ ടു 30. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അതുപോലെ ഫ്രം 1 എന്നാണ് ഇത് കിട്ടിയത്. ഇനി ഫ്രം 2 എന്ന് എന്ത് എഴുതാം? ഇതും കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. 5 ടേം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8th ടേം വരും. അപ്പോൾ x8 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരണം? 400 വരണം. ആണോ? x8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 400/5 എന്ന് വരും. അപ്പോൾ 80 എന്ന് വരും. അപ്പോൾ നമുക്ക് 8ാമത്തെ ടേമും കിട്ടി. അപ്പോൾ x8th ടേമും കിട്ടി. x8 ഈക്വൽ ടു 80 എന്നും കിട്ടി. ക്ലിയർ ആണോ? ഇനി ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുത്താൽ മതി? തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയും തന്നിട്ടുണ്ട്? 30. 8th ടേമും കിട്ടി 80. ഇനി നമുക്ക് മറ്റേ ഫോർമുല പഠിച്ചു. ഇവിടെ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി ആയിരുന്നു. ഡി കണ്ടുപിടിക്കാം. ആണോ? അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 15 ഈക്വൽ ടു 5d എന്ന് വരും. ഡി ഈക്വൽ ടു എന്ത് വരും? 15/5 10 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 വന്നു. ഇനി നമുക്ക് എന്ത്? ഫസ്റ്റ് ടേം കൊണ്ട് കണ്ടുപിടിച്ചാൽ പോരാ. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കുക. തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് a+2d എന്ന് എഴുതിക്കൂടെ? a+2 × 10 ഡിയുടെ പകരം അത് എത്രയും തന്നിട്ടുണ്ട്? 30. അപ്പോൾ എന്ത് വരും? a+20 ഈക്വൽ ടു 13 ആയി. അല്ലെങ്കിൽ a ഈക്വൽ ടു എന്ത് വരും? 13 - 20 ഈക്വൽ ടു 10 എന്ന് വരും.
അപ്പോൾ ഫസ്റ്റ് ടേമും 10, കോമൺ ഡിഫറൻസും 10 ആണോ? അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? കോമൺ ഡിഫറൻസും 10, ഫസ്റ്റ് ടേമും 10. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ? നമ്മുടെ സീക്വൻസ് എങ്ങനെ ഉണ്ടാവും? സീക്വൻസ് ശ്രദ്ധിച്ചോ, ഇതായിരിക്കും നമ്മുടെ സീക്വൻസ്. ഫസ്റ്റ് ടേം 10, കോമൺ ഡിഫറൻസും 10. അപ്പോൾ ആഡ് ചെയ്ത് പോകുന്നതും 10, 30, 40, 50 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസറായി. ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 20, 30. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആവുമെന്ന് കരുതുന്നു. മൂവിങ് ഇൻ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ. The angles of a pentagon are in arithmetic sequence. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? അപ്പോൾ പെൻഡഗൺ എന്താണെന്ന് അറിയണം കേട്ടോ. പെൻഡഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സൈഡുള്ള 5 സൈഡഡ് പോളിഗണെയാണ് നമ്മൾ എന്ത് പറയുക? പെൻഡഗൺ എന്ന് പറയുക. അതായത് മറ്റേ വീടിൻ്റെ ഷേപ്പിലുള്ള പോളിഗൺ ഉണ്ടല്ലോ, 5 സൈഡുള്ള പെൻഡഗൺ. ഓക്കെ ആണോ? അല്ല, പോളിഗൺ, അതാണ് എന്ത്? പെൻഡഗൺ. അപ്പോൾ പെൻഡഗൺ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ആംഗിൾസ്, ഇവിടെ ഒരു ആംഗിൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ആംഗിൾസ് ഒക്കെ അരിത്തമാറ്റിക് സീക്വൻസിലാണ് എന്ന്. അതായത് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും ആ ആംഗിൾസ് തമ്മിൽ. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രൂവ് ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ്. അപ്പോൾ എന്ത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ചെറിയ ആംഗിൾ 36 ഡിഗ്രീനേക്കാട്ടിലും വലുതായിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് സം ഓഫ് ആംഗിൾ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആകെ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി അതൊരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ആകെ ആംഗിൾ 360. നമുക്ക് ജനറൽ ആയിട്ടൊരു ഫോർമുല ഉണ്ട്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ അല്ലെ, അകത്തെ ആംഗിൾസിന്റെ അല്ലെ, ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എൻ സൈഡഡ് പോളിഗൺ. പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല അറിയാത്തവർ എഴുതി വെച്ചോ. n-2 × 180 ആണ്. അപ്പോൾ 3 സൈഡ് ആവുമ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക? 3 - 2 × 180. അപ്പോൾ എന്ത് വരും? 1 × 180. അതാണ് ഈ 180. ഇനി 4 സൈഡ് ആകുമ്പോൾ അപ്പോൾ എന്താവും? 4 - 2 × 180, 2 × 180. അതാണ് ഈ 360. അപ്പോൾ 5 സൈഡ് ആകുമ്പോൾ അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഇൻ എ പെൻഡഗൺ എന്ത് വരും? സം ഓഫ് ആംഗിൾസ് ഇൻ എ പെൻഡഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും എന്ത് വരും? 5 - 2 × 180 വരും, 3 × 180 വരും. അപ്പോൾ എന്ത് വരും? 540 ആണോ? അപ്പോൾ 540 ഡിഗ്രിയാണ് ആകെ സം. ഈ 5 ആംഗിളോടെയും കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x1, ഇപ്പോൾ ഓരോ ആംഗിൾസിന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. x1, x2, x3, x4, x5 ഇങ്ങനെയാണ് നമ്മുടെ ആംഗിൾ എങ്കിൽ ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയേ കിട്ടാൻ പാടൂ? x4 + x5 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാൻ പാടും? 540 കിട്ടാൻ പാടൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേം അല്ലേ, അപ്പോൾ x3 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടാൻ പാടൂ? 540 കിട്ടാൻ പാടും. അപ്പോൾ x3 എന്ന് വെച്ചാൽ 540 ആയിരിക്കും. അപ്പോൾ x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 540/5 അല്ലെങ്കിൽ 108 ഡിഗ്രി എന്ന് വരും. അപ്പോൾ അതിലെ മിഡിൽ ടേം കിട്ടി. 5 ടേം ഉണ്ടെങ്കിൽ അതിലെ മിഡിൽ ടേം എന്തായിരിക്കും? 108 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇവരെന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അവർ പറഞ്ഞിട്ടുണ്ട് സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ആയിരിക്കണം എന്ന്. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ ഈക്വൽ ടു 36 ഒന്നായിട്ട് എടുത്തു നോക്കാം. എന്ത് സംഭവിക്കുന്നത്? മായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ മാതിരി വെൻ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 36, അപ്പോൾ ആ സീക്വൻസ് 36 ഡിഗ്രി, അതായത് ഇവിടെ 36-ൽ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സീക്വൻസ് മുഴുവനൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താ പ്രശ്നം വരുന്നത് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ട്? നമുക്കിത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് ടേം ഇപ്പോൾ നമ്മൾ എന്തായിട്ട് എടുത്തു? 36 ആയിട്ട് എടുത്തു. അതേമാതിരി തേർഡ് ടേം നമുക്ക് കിട്ടി എന്താണെന്ന്? 108. നമുക്കിത് വെച്ച് കോമൺ ഡിഫറൻസ് കാണാം. അതായത് ടേം ഡിഫറൻസ് 108 - 36 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? 3 - 1 d ആയിരിക്കും. അപ്പോൾ 72 = 2d, d = 72/2 36. അപ്പോൾ ഫസ്റ്റ് ടേം 36, കോമൺ ഡിഫറൻസ് 36. അപ്പോൾ ഇനി 36 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. 72, 108ഉം 72 എന്ത് വരും? 180 ആയി. ഓക്കെ ആണോ? അടുത്ത എന്ത് വരും?
180 72 എന്ത് വരും? 8 വരും 15 ശിഷ്ടം 252 എന്നായി. അപ്പോൾ ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഇതെന്താണ് 150 ഡിഗ്രി എന്ന് വെച്ചാൽ ശരിക്കും സ്ട്രെയിറ്റ് ലൈനാണ് വരിക. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ല. അതായത് ഇപ്പോൾ ഈ x2 അതായത് x4ന്റെ സ്ഥാനത്താണ് 150 എന്ന് പറയണമെങ്കിൽ ഇത് ഇവിടെ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ 150 എന്ന് വെച്ചാൽ ഇത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ പിന്നെ അവിടെ ക്ലോസ് ചെയ്യലൊന്നും നടക്കൂല ആണോ? അപ്പോൾ ഇതെന്തായാലും പോസിബിൾ അല്ല. ഇനി 36ലും കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? 36ലും കുറവാണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ ആണോ? കാരണം ഇവിടെ വലിയ എന്ത് വരും? അതായത് 150നേക്കാട്ടിലും വലിയ ആംഗിൾസ് ആയിരിക്കും ഇങ്ങോട്ട് വരിക. ഓക്കെ, കോമൺ ഡിഫറൻസ് കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോകുന്ന ആംഗിൾസ് വലുതാവും. അപ്പം നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 150ലും കൂടിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് അപ്പോൾ അതാ ഇത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150ലും കുറവാണ്. ഇത് കറക്റ്റ് 180 ഡിഗ്രി. ഇനി 150ലും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രൂപത്തിലുള്ള ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് പിന്നെ ഇത് വെച്ചൊരു പെൻഡഗൺ ഉണ്ടാക്കൽ പോസിബിൾ അല്ല. ഐഡിയ കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? therefore the smallest angle should be greater than 36. ഓക്കെ, നമുക്ക് എന്ത് എഴുതി പ്രൂവ് ചെയ്യാം? therefore കാര്യങ്ങൾ മനസ്സിലാക്കട്ടോ, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. സ്മോളസ്റ്റ് ആംഗിൾ should be greater than 36 degree. ഓക്കെ, ഇത്ര എഴുതി അവസാനിപ്പിക്കാട്ടോ. ക്ലിയർ ആണ് കരുതുന്നു. അപ്പം ഇനി ഏറെക്കുറെ 2 പാർട്ടോട് കൂടി നമ്മളെ ഈ ചാപ്റ്റർ തീരുന്നു വിചാരിക്കുന്നു. ഓക്കെ, എനിവേ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.